എൻ്റെ പേര് ശ്രീജ. എൻ്റെ സ്ഥലം ചേരാനെല്ലൂർ തന്നെയാണ്. ഞാൻ ഡോക്ടറിൻ്റെ ഹോമിയോ ക്ലിനിക്കിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ഒരു 10 മാസത്തിനടുത്തായിട്ടുണ്ട്. എൻ്റെ മോളുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ലാസ്റ്റ് ഫെബ്രുവരി മുതൽ എൻ്റെ മോൾക്ക് ഹെക്റ്റിക്കായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഹെയർ സൈക്ലിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു അലോപ്പതി ഡോക്ടർ, സാധാരണ ഒരു പീഡിയാട്രീഷനെ, നല്ല ഫേമസ് ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രീഷനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മോൾക്ക് ഹെക്റ്റിക്കായിട്ട് ഹെയർ ഫോൾ വരുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ സിങ്കോവിറ്റ് അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെയാണ് നമുക്ക് തന്നത്. സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെഡിസിൻസാണ് തന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇവിടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ട് ഇരുന്നപ്പോൾ ഹസ്ബൻഡ് അടുത്തിരുന്നിട്ട് പറഞ്ഞു, മോളുടെ തലയിൽ ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് പോലെ വൈറ്റ് കളർ, കുട്ടിയുടെ സ്കാൽപ്പ് ഫുള്ള് കാണാം, ഒരു വലിയൊരു 5 രൂപ കോയിൻ്റെ ഒരു സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ഹെയർ ഫോൾ, ഇങ്ങനെ എന്താ പാച്ച് വരുന്നത് കിടക്കുന്നതെന്ന് നോക്കിയിട്ട് എന്നെ കാണിച്ചപ്പോൾ അപ്പം തന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ കുട്ടിക്ക് അപ്പം തന്നെ ഞാൻ നോക്കി ഹെയർ ബാക്കി എവിടെയെങ്കിലും എങ്ങനെ ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ഇങ്ങനെ പാച്ചസ് ഉണ്ട്. അപ്പോൾ സംഭവം ഞാൻ അറിയാതെ പോയതാണ്. കാരണം കുട്ടിക്ക് അത്രമാത്രം ഹെയർ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ആഡിലൊക്കെ കാണുന്ന പോലെ കുട്ടിക്ക് ലെങ്ത്ത് ഷോൾഡറിൻ്റെ താഴത്തേ ഉള്ളൂ, പക്ഷെ അത്രയും ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹെയർ ഉള്ളിൽ നിന്ന് പോയിട്ടാണ് ഇത്രയാണ് റെക്കഗ്നൈസ് ആവാൻ തുടങ്ങിയത്, നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് അപ്പോഴാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അലോപേഷ്യ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒരു പീഡിയാട്രീഷനെ, ഞങ്ങൾ കാണിക്കുന്ന പീഡിയാട്രീഷനെ തന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തു. ഉച്ചയ്ക്ക് മോളെ സ്കൂളിൽ വിട്ടു, ആസ് യൂഷ്വൽ സ്കൂളിൽ വിട്ടു. ഉച്ചയായപ്പോൾ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുക ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇത് അലോപേഷ്യ ആണോ? ഡോക്ടർ പറഞ്ഞാൽ അതെ, അലോപേഷ്യ ഏരിയറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനാണ്, ഒന്നും നമുക്ക് ചെയ്യാനില്ല, തരുന്ന മെഡിസിൻസ് സിങ്കോവിറ്റ് തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ആസ് എ മദർ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇതെന്തുകൊണ്ടാണ് കുട്ടിക്ക് വന്നത്, അങ്ങനെ ഒരു കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ആദ്യം എൻ്റെ മൈൻഡിൽ വന്നതും അങ്ങനെ തന്നെയാണ്, എന്തുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ ഒരു പ്രശ്നം വന്നത്, എന്തുകൊണ്ടാണ്. അപ്പം നമുക്ക് റീസൺസ് അറിയില്ലല്ലോ, ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള റീസൺസ് അറിയില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം പുറത്ത് പറയാൻ പാടില്ല, അവരുടെ എത്തിക്സിൻ്റെ അങ്ങനെ എനിക്കറിയില്ല, അങ്ങനെ ഒരു ഡോക്ടേഴ്സും അങ്ങനെ പറഞ്ഞുകൂടാ. ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ കാലക്കേട് കൊണ്ടാണെന്നാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓപ്പാടെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ടുള്ളൊരവസ്ഥയായി. ഞാൻ ഓക്കെ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി മോളെ പാർക്ക് ഏരിയയിൽ കളിക്കാൻ വിട്ടിട്ട് ഞാൻ ലിറ്ററലി അവിടെ ഇരുന്ന് ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. അല്ലാണ്ട് എൻ്റെ മുന്നിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നേരം ഞാനിരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തിനാ കരയുന്നത്? അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അൺഅവെയറാണ്. എന്താണ് സംഭവം എന്ന് അറിയാൻ പാടില്ലാത്ത കാരണം അൺഅവെയർ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. എനിക്കറിയാം ഈ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻ എന്താണെന്നുള്ളതൊക്കെ എനിക്കറിയാം. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് അതൊന്ന് ഇതാക്കി സൈഡാക്കി കൊണ്ടുപോകാം എന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നറിയാം. അങ്ങനെ ഇരുന്നു, വീട്ടിൽ വന്നു. കുറേ ദിവസം നമ്മൾ ഉറക്കമില്ലാണ്ട് ഇങ്ങനെ ഇരുന്നു, ഇത് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് ഉറക്കമില്ലാണ്ട് അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ആയുർവേദ മെഡിസിൻസൊക്കെ ഇതിനുണ്ട്, പക്ഷേ അത് ഈ ഒരു 7 വയസ്സുള്ള കുട്ടിക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ഇതല്ല, പഥ്യവും കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം നമ്മൾ ആദ്യം ചിന്തിച്ചത് എന്നാൽ പിന്നെ ഒന്ന് ഹോമിയോ നോക്കാം. അങ്ങനെ ഹോമിയോ നോക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൂടി കൊണ്ടുപോയി ഒന്ന് നമുക്ക് അഡ്വൈസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ ഇതാണ് കണ്ടീഷൻ, പക്ഷേ മുടി വളരും. ഒരു ഓയിൻമെൻറ്റ് തന്നത്, മുടി വളരും, പക്ഷേ ആദ്യം വരുന്ന മുടി വൈറ്റ് കളറായിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ബ്ലാക്ക് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ നമുക്ക് സമാധാനം, ഓക്കെ പോയെടുത്ത മുടി വളരുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം. അങ്ങനെ ഇരുന്നു. എന്നിട്ടും നമുക്ക് ഈ മരുന്ന് പുരട്ടും തോറും കുട്ടിയുടെ പാച്ച് വലുതായി വരുന്നതല്ലാണ്ട് അതിനൊരു ചെറുതാകുന്നു. 1 മാസത്തിനടുത്ത് വീണ്ടും ഞാൻ ആ മെഡിസിൻ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാച്ചസ് വലുതായിട്ടാണ് വരുന്നത്, അത് കുഞ്ഞിതാവുന്നതോ ഒന്നും വലുതായിട്ടൊന്നും നമുക്ക് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഒന്ന് ഹോമിയോ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറുടെ കോണ്ടാക്ട് നമ്പർ തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് തന്നു. ഡോക്ടറെ വിളിച്ച് ഞാൻ കണ്ടീഷൻസ് അപ്പം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓക്കെ നാളെ കുട്ടീനെ കൊണ്ട് വായോ എന്ന് പറഞ്ഞു. കുട്ടീനെ കൊണ്ട് വന്നു. ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇതിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടറാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അതാണ് സത്യം. അപ്പോൾ ഡോക്ടർ ഇതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുട്ടീനെ കൊണ്ടുവന്ന് കാണിച്ചു, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് മാറും, കുഴപ്പമില്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴും ആസ് എ മദർ എനിക്ക് മനസ്സിൽ സംശയമാണ്. എൻ്റെ ആദ്യത്തെ ഡോസും മരുന്ന് ഞാൻ ഇവളെയും കൊണ്ടുവന്ന് കാണിച്ചു, മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ തന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും 1 മാസം നമുക്ക് നോക്കാം, എന്താവുമെന്ന് നമുക്കറിയില്ലല്ലോ, 1 മാസം കൊണ്ട് നമുക്ക് നോക്കാം.
എന്ന് പറഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് വന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ തന്നെ പാച്ചൊക്കെ അങ്ങനെ തന്നെയുണ്ട്. കുട്ടിയുടെ സ്കാൽപ്പ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 15 ദിവസത്തെ മെഡിസിൻ വാങ്ങിച്ചിട്ട് ഞാൻ പോയി സ്കാൽപ്പ് അനാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 15 ദിവസത്തെ മെഡിസിൻ വീണ്ടും തന്നു കഴിഞ്ഞിട്ട് അതും വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയപ്പോഴും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു കാര്യമുള്ളൂ. 1 മാസമായി നമ്മൾ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ഈ ഇത്തിരിക്കോളം ഇല്ല ഈ പഞ്ചാര മിഠായി തിന്നിട്ട് എങ്ങനെ കുട്ടിയുടെ അസുഖം മാറും? അതാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. ഈ പഞ്ചാര മിഠായിക്ക് ഇത്രയും വലിയ എഫക്റ്റ് ഉണ്ടോ? അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് 15 ദിവസത്തിന് ശേഷം ടോട്ടൽ ഇപ്പോൾ 30 ദിവസത്തെ മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുട്ടീനെ കൊണ്ടുവന്ന് അനാലിസിസിനെ കൊണ്ടുവന്ന് സ്കാൽപ്പ് അനാലിസിസ് ചെയ്തപ്പോൾ കുട്ടിയുടെ സ്കാൽപ്പിൽ മുടി വളരുന്നുണ്ട്. ചെറിയ പാച്ചസിൽ, ആ പോയ പാച്ചസിലൊക്കെ മുടി വളരുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ അപ്പം തന്നെ ഡോക്ടറോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഈ കുഞ്ഞ് പഞ്ചാര മിഠായി കഴിച്ചിട്ട് എങ്ങനെ എൻ്റെ കുട്ടിയുടെ മുടി വളരും എന്നുള്ളത് എനിക്ക് ചിന്ത വന്നതാണ്. ഞാൻ പറയാതിരുന്നതാണ്. ഡോക്ടറിന് വല്ലതും തോന്നിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നതാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഡോക്ടർ ചിരിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിൽ വന്നത്. ഈ കുഞ്ഞ് പഞ്ചാര മിഠായി കഴിച്ചിട്ട് എങ്ങനെയാണ് കുട്ടിയുടെ അസുഖം മാറുക എന്നുള്ളതാണ് ചിന്ത വന്നത്. ഡേ ബൈ ഡേ കുട്ടിക്ക് സ്കാൽപ്പിലും മുടി വളർന്നുകൊണ്ടിരുന്നു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പം അത് വന്ന പാച്ചസ് ഫുള്ള് കവറായി എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ഷെയ്ഡ് വന്നപ്പോൾ ഓക്കെ, നമുക്ക് സമാധാനമായി. ഓക്കെ, മുടി വളരുന്നുണ്ട്. മുടിക്ക് നല്ല ലെങ്ത്ത് വെച്ചു. മുടി പാച്ചസ് എല്ലാം കവറായി. ഇപ്പോൾ പുള്ളിക്കാരി ഓക്കെയാണ്. ഇപ്പം 10 മന്ത്സിൻ്റെ അടുത്ത് മെഡിസിൻ കഴിച്ചു. ഫുള്ളി ഓക്കെയാണ്. ഡോക്ടർ മെഡിസിൻ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ ഷാമ്പുവും ഓയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളുടെ റിസൾട്ട് കണ്ടിട്ട് ഞാനും എനിക്ക് ഹെക്റ്റിക്കായിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എനിക്കിവിടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് കാണുമായിരുന്നു. ഹെക്റ്റിക്കായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാനും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്കും പോസിറ്റീവ് റിസൾട്ടാണ് കാണുന്നത്. ഹോമിയോ മെഡിസിന് ഇങ്ങനെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കും അൺഅവെയർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇത് ലോങ് ടൈം പ്രോസസ്സ് ആയത് കാരണം ഇപ്പം നമുക്ക് എല്ലാ മെഡിസിൻസും നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ അലോപ്പതി കഴിച്ചുള്ള ശീലമായത് കാരണം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് പ്രോസസ്സ് ആയത് കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ, ഇതെങ്ങനെയാണ്, എത്ര നാൾ കഴിക്കണം, അങ്ങനെ നമുക്കൊരു ചിന്ത ഉണ്ടാവില്ലല്ലോ. നമുക്കറിയില്ലല്ലോ എത്ര നാൾ കഴിക്കണം, അങ്ങനെയുള്ളൊരു മൈൻഡാണ് ആദ്യം വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കുക. ഹോമിയോ കൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണ്, എനിക്കറിയില്ലായിരുന്നു അലോപേഷ്യയ്ക്ക് ഹോമിയോയിൽ മെഡിസിൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ അലോപേഷ്യയായിട്ട് എത്ര പേര് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാണ്ടും എന്ത് ചെയ്യാനാണെന്നുള്ളൊരു ഐഡിയ ഇല്ലാണ്ടും ബുദ്ധിമുട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കൊച്ചിലത്തെ ഹോമിയോ കെയർ ഡോക്ടർ അനുഷ വിവേകിനെ ധൈര്യമായിട്ട് വന്ന് കണ്ടോളൂ. ഡോക്ടർ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തരും. ഡോക്ടർ നല്ല രീതിയിൽ നമ്മളെ സമാധാനിപ്പിച്ച് എങ്ങനെയാണ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരും.